ഗൈസ്, അപ്പൊ നമുക്ക് കുറച്ചൊക്കെ ഇന്നിരുന്ന് പഠിക്കാം. അപ്പൊ ഞാൻ ഇന്നെടുത്ത വിഷയം എന്ന് പറയുന്നത് ഫിസിക്സ് തന്നെയാണ്. ഫിസിക്സിന്റെ ആ ഒരു ചാപ്റ്ററിന്റെ ബാലൻസ് തന്നെയായിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുള്ള വീഡിയോ ആണ്. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ കുറച്ച് ദിവസമായിട്ട് ഞാൻ പഠിക്കുന്നൊന്നും ഇല്ലായിരുന്നത്. അപ്പൊ ഇന്നത്തെ ദിവസം ഇപ്പൊ ഈ വോയിസ് കൊടുക്കുന്ന ഇപ്പൊ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടിരിക്കണം. അപ്പൊ ഇന്ന് എന്തായാലും പഠിക്കണം. കാര്യം നാളെ നമുക്ക് ബോട്ടണിയുടെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ TP ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് കെമിസ്ട്രിയുടെ സെക്കൻഡ് ചാപ്റ്റർ പറഞ്ഞ് കേൾപ്പിക്കണം. എന്നാൽ മാത്രമേ മിസ് നമ്മൾ അടുത്ത ദിവസം ലാബിൽ കയറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ നാളെയാണ് ഞങ്ങൾക്ക് പാരന്റ്സ് മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. എക്സാം ഒന്നും ഇട്ടിട്ടില്ല, പക്ഷെ മീറ്റിംഗ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലുമൊക്കെ കുറ്റം ചിലപ്പോൾ പറഞ്ഞു കൊടുക്കാം. ചിലപ്പോൾ +1 മാർക്കിന്റെ ഇത് വെച്ചിട്ടായിരിക്കും പറയുന്നത്. എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പൊ നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നതും ആ ഒരു ഫിസിക്സിന്റെ കണ്ടിന്യൂഷൻ തന്നെയായിരുന്നു. അതായത് നമ്മുടെ ടൈം പീരീഡ് കാര്യങ്ങളൊക്കെ. പിന്നെ ഇത് ഞാനിപ്പോ പ്രോബ്ലം ചെയ്യുന്നതാണ്, കാൽക്കുലേറ്റ് ഒക്കെ ചെയ്ത് നോക്കുന്നതാണ്. സത്യം പറഞ്ഞാൽ നീറ്റിന് ഇതൊന്നും പറ്റത്തില്ല. പക്ഷെ ഞാനിപ്പോ ബോർഡ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് ഞാനത് തന്നെ ചെയ്ത് കാൽക്കുലേറ്റർ അടുത്തിരുന്നുകൊണ്ട്. പിന്നെ അടുത്ത ടോപ്പിക്കൊക്കെയാണ് ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഫീൽഡ് ലൈൻസ് ഒക്കെയാണ് ഈ വരച്ചുകൊണ്ടിരിക്കുന്നത്. അന്നേരം സത്യത്തിൽ ഞാൻ വീഡിയോയിലൊന്നും ശ്രദ്ധിക്കുന്നില്ലായിരുന്നു, ഞാൻ അതിലാണ് ശ്രദ്ധിച്ചത്. പക്ഷെ ഇപ്പൊ കുറച്ച് ദിവസമായപ്പോഴേക്കും ഇതൊക്കെ കാണുമ്പോഴേക്കും എനിക്ക് ഒരു എന്താ പറയാ കുറച്ച് മറവി. പിന്നെ ചില പോർഷൻ കാണുമ്പോഴേക്കും അതാണ് പഠിച്ചത് ഇതാണ് പഠിച്ചതെന്ന് ഒരു ഓർമ്മയൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഞാൻ കൂടുതൽ ഇപ്പൊ ഇടുന്ന സ്റ്റഡി വ്ലോഗിൽ കൂടുതലും അല്ല, ഞാൻ ക്ലാസ് തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം എനിക്ക് ഒരുപാട് ക്ലാസ് നല്ല രീതിക്ക് ബാക്ക്ലോഗ്സ് ഉണ്ട്. അപ്പൊ ഞാൻ അത് തീർക്കുന്നതായിരുന്നു കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തത്. പക്ഷെ ആ ഒരു കണ്ടതൊക്കെ ഞാൻ ഇപ്പൊ ഈ ഒരു ബ്രേക്ക് എടുത്തപ്പോഴേക്കും പിന്നെയും പെൻഡിങ് ആയിട്ട് വന്നിരിക്കുവാണ്. പിന്നെയും അതൊക്കെ കണ്ടു തീർക്കണം. പിന്നെ ആ ഒരു ടൈമിൽ ക്ലാസ് കാണുമ്പോൾ തന്നെ ഞാൻ മാക്സിമം പഠിച്ചു പോകാൻ ശ്രമിക്കാറുണ്ട്. കാര്യം പിന്നെയും അതിന് വേണ്ടി നമ്മൾ ഇരിക്കണ്ടല്ലോ. പിന്നെ ഇപ്പൊ ഞാൻ നിങ്ങളെ ഇടയ്ക്ക് ഒരു വീഡിയോ കാണിച്ചു തന്നല്ലോ, ഞാൻ ആ ഒരു ടേബിളിന്റെ ലുക്ക് ഒന്ന് മാറ്റിയതാണ്. മറ്റേ ഞാൻ ആ ഒരു ബ്ലാക്ക് ബോക്സ് ഒക്കെ മാറ്റിയിട്ട് ഞാൻ പിന്നെ പെയിന്റ് ഒക്കെ ചെയ്ത് നമ്മുടെ ഇതൊക്കെ വെച്ചാലും കുറച്ച് ക്യൂട്ട് ആയിക്കോട്ടെ. പിന്നെ ഒരുപാട് സ്പേസ് എടുക്കുന്നു ഗൈസ് ആ ഒരു ബോക്സ്. അപ്പൊ എനിക്കാണ് അതിന് മാത്രം സാധനങ്ങളും ഇല്ല അതിന്റെ അകത്ത് വെക്കാനായിട്ട്. അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റിയായിരുന്നേ. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ച എത്രയാന്നുള്ള വീഡിയോ എടുക്കാൻ ഞാൻ ഓർത്തില്ല. അപ്പൊ ഇത്രയാണ് നമ്മൾ പഠിച്ചത്.